നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് പ്രവാസി ലോകത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് മരണവുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകളാണ്. അതിൽ ഏറ്റവും വേദനാജനകമാവുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് സൗദി മധ്യപ്രവിശ്യയിലെ അൽഗാത്ത മിദ്നബ് റോഡിലുണ്ടായിട്ടുള്ള വാഹനാപകടത്തിൽ ഒരു മലയാളി മരണപ്പെട്ടിരിക്കുകയാണ്. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ കാരപ്പറമ്പ് സ്വദേശിയായ ലൈഫ് സ്റ്റൈൽ അപ്പാർട്ട്മെൻറ്റ് 7Bയിൽ താമസിക്കുന്ന 32കാരനാണ് മരിച്ചിരിക്കുന്നത്. റൌസി എന്ന് പറയുന്ന യുവാവിൻ്റെ മരണം പ്രവാസി ലോകത്തെ ഒന്നടങ്കം ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. റയീസിൻ്റെ കൂടെയുണ്ടായിരുന്ന ഭാര്യ നിദ സഫർ അത് നിസാര പരിക്കുകളോടെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ആശ്വാസ വാർത്ത കൂടെ ഇതോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം അൽഗാത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് വിവരം. റിയാദിലെ വഹജ് തുവായ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ IT ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തു വരികയാണ് റയീസ്. മിദ്നബിലെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് അപകടമുണ്ടായത്. ഇതിനിടയിൽ റയീസിന് അതിദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുകയായിരുന്നു. റയീസ് സഞ്ചരിച്ച കാറും എതിരെ വന്ന മിനി ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഉള്ളത്. അപകടത്തിന്റെ ആഘാതത്തിൽ റയീസ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. ദമ്മാമിൽ വെച്ച് മുൻ പ്രവാസിയായ എറമാക്കി വീട് അബ്ദുറഹ്മാൻ ബറാമിയുടെയും കാദിരിയകം റഹിനയുടെയും ഒക്കെ മകനാണ് റയീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഈ ഒരു മരണം വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയാണ്. അതേപോലെ തന്നെ ഈ അപകടം ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ ഇത്തരത്തിൽ പ്രവാസികൾ മരണപ്പെടുന്നതും ഏറെ ആശങ്കാജനകമായിട്ട് തന്നെയാണ് അധികൃതരും എടുക്കുന്നത്. എന്തായാലും റയീസിൻ്റെ മൃതദേഹം സൗദിയിൽ തന്നെ ഖബറടക്കം എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കാൻ റിയാദ് KMCC, മലപ്പുറം ജില്ലാ വെൽഫെയർ വിങ്ങും അൽഗാത്ത് KMCCയും ഒക്കെ രംഗത്തുണ്ട് എന്നാണ് വിവരം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസവും പ്രവാസികളെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന മറ്റൊരു മരണ വാർത്തയായിരുന്നു പുറത്തു വന്നത്. അത് പ്രവാസികളെ ഞെട്ടിക്കുന്നതാണെങ്കിലും സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ കൊല്ലം ജില്ലയിൽ ഒരമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. ആദിനാട് തെക്ക് പുത്തൻ വീട്ടിൽ പ്രവാസിയായ ഗിരീഷ് ആനന്ദന്റെ മക്കളായ T അനാമിക, T ആത്മിക എന്നിവരടക്കമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടത്. കുടുംബ ഓഹരി പ്രശ്നമാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. യുവതിയുടെ ആത്മഹത്യയെക്കുറിച്ച് പോലീസിന് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ പ്രശ്നത്തിൽ കരുനാഗപ്പള്ളി പോലീസ് 2 തവണ ഇടപെട്ടിരുന്നു എന്നാണ് വിവരം. കുവൈറ്റിൽ ജോലി നോക്കുന്ന ഗിരീഷ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്താൻ ഇരിക്കെയായിരുന്നു ഇങ്ങനൊരു ആത്മഹത്യ സംഭവിക്കുന്നത്. ഓച്ചിറ വയനകം കൈപ്പള്ളിയിൽ കുടുംബാംഗമായിട്ടുള്ള താരയാണ് മരണപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 3:30 ആദിനാട് വടക്ക് കൊച്ച് മാമൂട് ജംഗ്ഷൻ വടക്ക് ഭാഗത്ത് വെച്ച് സന്ദീപ് സോമന്റെ ഉടമസ്ഥതയിലുള്ള സൗവർണിക എന്ന വാടക വീട്ടിൽ വച്ചാണ് ഈ മരണം സംഭവിച്ചത്. 1.5 വർഷമായി താരയും കുടുംബവും ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചു വന്നിരുന്നത്. മക്കളോടൊപ്പം വീട്ടിലുണ്ടായിരുന്ന താര G കൃഷ്ണയുടെ പിതാവ് ഗോപാലകൃഷ്ണൻ സമീപത്തെ കടയിൽ ചായ കുടിക്കാൻ പോയ സമയത്ത് വീടിന്റെ കിടപ്പുമുറിയിൽ മക്കളെയും കൂട്ടി താര മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുകയാണ് ഉണ്ടായത്. വീട്ടിൽ നിന്ന് നിലവിളിയും പുകയും ഉയരുന്നത് കണ്ടതോടെയാണ് നാട്ടുകാർ കിടപ്പുമുറിയുടെ കതക് തകർത്ത് അകത്ത് കയറുന്നത്. അകത്ത് കയറി 3 പേരെയും പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അഗ്നിരക്ഷാ സേനയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മുറിയിലെ തീ പൂർണ്ണമായും അണച്ചെങ്കിലും ഇവരെയൊന്നും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. പോലീസിന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പിലാണ് ഭർത്താവിൻ്റെ കുടുംബ ഓഹരി പ്രശ്നവും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് മരണകാരണം എന്നുള്ള സൂചനകൾ നൽകിയിരിക്കുന്നത്. എന്തായാലും തിരികെ നാട്ടിലേക്ക് കുടുംബത്തെ കാണാൻ വേണ്ടി പ്രവാസിക്ക് ഏറെ സങ്കടം നൽകുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. തൻ്റെ മക്കളെ ഒന്ന് അവസാനമായി കാണാൻ പോലും ആകാതെ നെഞ്ചു പിടയുന്ന ഒരു അച്ഛനെ തന്നെയാണ് ഇന്ന് പ്രവാസ ലോകത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്.